ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 4 ഓഫ് കൗണ്ട് ഡൗൺ ടുവേർഡ്സ് നീറ്റ് സീരീസ്. അപ്പോൾ ഇനി 7 ദിവസമാണുള്ളത്. ആൻഡ് ഞാൻ വേറൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തേക്ക് ഉദ്ദേശിച്ചത്, പക്ഷേ ഇപ്പം നമ്മുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ തന്നെ ചെയ്യാൻ വിചാരിച്ചു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഗൈസ്, എൻഡിങ് വരെ കാണുക. ഞാൻ നോട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പറയേണ്ട പോയിന്റ്സ്. അപ്പം ഞാൻ പറഞ്ഞുതരാം ഓരോന്നായിട്ട്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുണ്ട്. എൻ്റെ സൈറ്റിലാണ് റിലീസായത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡൗൺലോഡ് ചെയ്യേണ്ടത്. അഥവാ കിട്ടുന്നില്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് നീറ്റ് അഡ്മിറ്റ് കാർഡ് 2006 അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് സൈറ്റ് കിട്ടും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്താ വെച്ചാൽ, അഡ്മിറ്റ് കാർഡിൽ 3 പേജാണുള്ളത്. ആദ്യം നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസും സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസും അണ്ടർടേക്കിങ്ങും ഉള്ളൊരു പേജാണ്. സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് നമ്മളെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ട പേജാണ്. അത് കഴിഞ്ഞിട്ട് തേർഡിൽ ഇൻ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഇത് 3ഉം ഡൗൺലോഡ് ചെയ്യണം, പ്രിൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ കളർ കോപ്പി തന്നെ പ്രിൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ ഫോട്ടോയും ബാർകോഡും വരുന്നതുകൊണ്ട് തന്നെ കളർ പ്രിൻ്റ് എടുത്താലാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടാവുക. ആൻഡ് ഈ 3 പേജും പ്രിൻറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 2 കോപ്പി ഓഫ് അഡ്മിറ്റ് കാർഡെങ്കിലും നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, പിന്നെ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത്. സെൻറ്ററിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ആദ്യം സെൻറ്റർ ഏതാണെന്ന് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്ത് വെക്കുക. ഒരേ പേരുള്ള പല സ്കൂളുകളും പല സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ സെൻറ്റർ ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ അന്വേഷിച്ച് ആ പരിസരത്ത് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ച് ചോദിച്ചൊന്ന് കൺഫേം ചെയ്ത് വെക്കുക. പിന്നെ താഴോട്ട് വരുമ്പോഴാണ് നമ്മൾ അണ്ടർടേക്കിങ്ങിൻ്റെ പാർട്ടുള്ളത്. അതിൽ മെയിനായിട്ടുള്ളത് നമ്മളൊരു ഫോട്ടോ വേണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം, പിന്നെ സിഗ്നേച്ചർ വേണം. അതിൽ ഫോട്ടോൻ്റെയും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ്റെയും താഴെ എഴുതിയിട്ടുണ്ട് ടു ബി ഡൺ ബിഫോർ റീച്ചിങ് ദ സെൻറ്റർ. അപ്പോൾ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്ത് സെയിം പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ആ ഫോട്ടോൻ്റെ കോളത്തിൽ അഫിക്സ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് വേണ്ടത്. അത് നമ്മൾ ഭയങ്കര ക്ലിയർ ആയിട്ട് സ്മഡ്ജ് ആവരുതെന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻസിൻ്റെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്മഡ്ജ് ആവാണ്ട് അത് ചെയ്യുക. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് വേണ്ടത്. കൈ മാറിപ്പോയിട്ട് ലെഫ്റ്റ് തന്നെയാണ് വേണ്ടത്, അതെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ സെക്കൻഡ് പേജാണ്. അതിൽ നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ അഫിക്സ് ചെയ്യാനുള്ള പ്ലേസ് ആണുള്ളത്. അതിൽ 4x6 ഇഞ്ചസ് ആണ് വേണ്ടത്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ കണ്ടാൽ മനസ്സിലാവുന്ന ഫോട്ടോ എന്നാണ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. ടു ബി ഓൺ എ സേഫർ സൈഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടല്ലോ, നമ്മൾ ഫ്രണ്ട് പേജിലൊക്കെ ഒട്ടിച്ചത്, അത് തന്നെ സ്റ്റുഡിയോയിൽ പോയി 4x6 ഇഞ്ചിൽ വേണമെന്ന് പറഞ്ഞാൽ അവർ ആ സൈസിൽ തരും. അപ്പോൾ ആ ഫോട്ടോ തന്നെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതാണ് മെയിനായിട്ട് നമ്മൾ അഡ്മിറ്റ് കാർഡിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് തേർഡ് പേജ് എന്ന് പറയുന്നത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതെന്തായാലും വായിച്ച് നോക്കാം. അതിൽ എക്സാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതിൽ കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ പറഞ്ഞുതരാം. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സാം ഹോളിൻ്റെ സെൻറ്ററിൽ എത്തേണ്ട ടൈം നമ്മൾ അഡ്മിറ്റ് കാർഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിന് തന്നെ അവിടെ എത്തുക. കുറച്ചുകൂടെ നേരത്തെ എത്താൻ ശ്രമിക്കുക. കാരണം സൺഡേ ആണ്, ട്രാഫിക്കും റിമോട്ട് ഏരിയ ഒക്കെ ആണെങ്കിൽ വെഹിക്കിളിൻ്റെ അവൈലബിലിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മുന്നേ തന്നെ എത്തി സെൻറ്ററിൽ എത്തുക. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എക്സാം എഴുതുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. എക്സാം എഴുതുമ്പോൾ മെയിനായിട്ട് നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകാന്നുള്ളത് വരുമ്പോഴത്തേക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് കയ്യിൽ വേണം, വാലിഡ് ID പ്രൂഫ്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ അപ്ലോഡ് ചെയ്തത് ആധാർ കാർഡ് ആയിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് കോപ്പി ഓഫ് ആധാർ കാർഡ് വേണം, ഒറിജിനൽ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മുടെ എക്സ്ട്രാ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം. 1 മതി, പക്ഷേങ്കിൽ ഒരു 2-3 ഫോട്ടോസെങ്കിലും എന്തായാലും ഫയലിൽ കരുതി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് കൊണ്ടുപോകുക. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം, നമ്മുടെ പേഴ്സണൽ യൂസിന് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ നമ്മളെ മെഡിക്കൽ എസെൻഷ്യൽസ് ലൈക്ക് എന്താ പറയുക, സ്പെക്ടാക്കിൾസ് ഇടാം. പിന്നെ മെറ്റാലിക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വരുന്ന മെയിൻ ഡൗട്ടാണ്, പല്ലിൽ ബ്രേസസ് ഇട്ട ആൾക്കാർക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. അത് കുഴപ്പമില്ല. അതും പിന്നെ മെറ്റാലിക് ഇംപ്ലാന്റ്സ് എന്തെങ്കിലും നമ്മുടെ സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ട് ബോഡിയിലുണ്ടെങ്കിൽ അതും അലൗഡ് ആണ്. അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ നിങ്ങളുടെ സ്ക്രൈബ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് എടുക്കണം എന്ന് അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ അണ്ടർടേക്കിംഗ് കൊടുക്കുന്നതിൽ അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെയാണോ ഫില്ല് ചെയ്യാനുള്ളത് ആൻഡ് OMR ഓൾസോ ഫില്ല് ചെയ്യാനുള്ളത് ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗിൽ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം മോസ്റ്റ്ലി പറ്റുന്നിടത്ത് പേരും കാര്യങ്ങളൊക്കെ എഴുതുന്നിടത്ത് മോസ്റ്റ്ലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ എക്സാം സെൻറ്ററിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സാമിൻ്റെ 1 അവർ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ബയോ ബ്രേക്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. ബയോ ബ്രേക്സ് എന്ന് പറയുമ്പോൾ വാഷ്റൂമിൽ പോകാനുള്ള ടൈമാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 1 അവറിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇനി പോയി തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ വീണ്ടും എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ഓഫ് ടൈം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പോവുകയാണെങ്കിൽ തന്നെ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. 1 അവർ കഴിഞ്ഞിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എക്സാം സെൻറ്ററിൽ കയറുമ്പോൾ തന്നെ ആദ്യം ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് കയറാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് അഡ്മിറ്റ് കാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇനി എന്തെങ്കിലും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എല്ലാവരും അഡ്മിറ്റ് കാർഡ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്ത് വെക്കുക, എല്ലാം ലാസ്റ്റ് മിനിറ്റേക്ക് വെക്കരുത്. അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.